എന്താ നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ. നല്ലൊരു കിളവനും കിളവിയും കൂടെ 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 നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും. കൊള്ളാം കൊള്ളാം. ഒന്ന് തിരിക്കാൻ എന്താണ് മാർഗം? അതെ, മുഖം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ഏയ്, എനിക്കിനി മുഖം കാണണമെന്നില്ല. ഈ കണ്ടീഷനിൽ എനിക്കൊക്കെ. എനിക്കും. അപ്പൊ കൊട്ടാ, ഞാനൊരു എഴുത്ത് തരാം, നീ ഒന്ന് കൊണ്ടു കൊടുക്ക്. അവിടെ ഇരിക്ക. അവൾ ഇങ്ങോട്ട് തിരിഞ്ഞോണ്ട നിങ്ങൾ മൂന്നുപേരും കുനിഞ്ഞോണം കേട്ടാ. അവൾ എന്നെ മാത്രം കണ്ടാ മതി. എന്താണ് ഇവിടെ? അപ്പുറത്തൊരു കുട്ടി. നാലെണ്ണം കൂടി ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാ? യോഗ യോഗ യോഗാസനം. യോഗാസനോ? യോഗാസനം ചെയ്താ ഗ്യാസ് പോകും അമ്മേ. ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ. ആരത്? ആരാടത്? ശരിയാണല്ലോ, ആരത്? ചേടാ, നമ്മൾ ഇത്ര നേരം നിന്നിട്ടും അവിടെ ഒരു പെണ്ണു വന്ന് നിൽക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലേ? ഇനി വല്ല കള്ളന്മാരും വന്ന് കയറിയതാണോ? ഇനിയിപ്പോ അവിടെ കയറുന്ന ഏത് കള്ളൻ? ലോകത്തുള്ള പെരുങ്കള്ളന്മാരെല്ലാം ഇവിടെ നിൽപ്പുണ്ടല്ലോ. അയ്യോ അമ്മേ, ഇവര് അത്രക്കാരൊന്നും അല്ല. അവരെയല്ല, നിന്നെയാ പറഞ്ഞത്. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരെയൊക്കെ നല്ല മതിപ്പാണല്ലേ? പിന്നെ പ്രത്യേകിച്ച് നിന്നെ. ചേടാ, അവളെ ശരിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അതിനെന്താ, അവളെ ശരിക്കും ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു പോലെ. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോണം. വാ, നീ പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ നിന്ന് റിലാക്സ് ചെയ്തോളാം. നിങ്ങൾക്ക് എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങും പോകുന്നില്ല, റിലാക്സ് ചെയ്യാൻ പോവാണോ? ഇവിടെ തന്നെ കാണുമല്ലോ. ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം. ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ. എന്താടാ ഇത്? ഇവിടെ ആർക്കും ഉറങ്ങണ്ടേ? എന്തായിരുന്നു ഇവിടെ ലഹള? ലഹളയല്ലമ്മേ, പാട്ട് പാടിയതാ. മ്യൂസിക്കാ. മ്യൂസിക്കോ? ദേ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വല്ലതും കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. ശല്യങ്ങള് പോയോ? എവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ? എല്ലാരും മടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ. ഇല്ല, ഇതാ വരാത്തത്. മനസ്സിലായോ? വന്നേ. കുളിക്കാൻ പോവാടാ. കുളിച്ചിട്ട് വരട്ടെ. വേഗം ചെന്നില്ലെങ്കിൽ കുളി കഴിക്കണം. ആദ്യം ഞങ്ങൾ കണ്ടിട്ട് വരാം, എന്നിട്ട് നിങ്ങൾക്ക് കാണാം.
അതെ, വെറുതെ വായി നോക്കി നിന്നാ പോരാ, വല്ലവരും വരുന്നുണ്ടോ നോക്കി സിഗ്നൽ തരണം. ആ ഇനി വാ. ഇരിക്കടാ. അത് വേണ്ട, ഞാൻ കിടക്കും. പറയുന്ന കേട്ടാ മതി. ഇരിക്കടാ. പൊക്കടാ, പൊക്ക്. പൊങ്ങടാ, പൊങ്ങടാ. കുറച്ചുകൂടെ കളഞ്ഞു. അയ്യോ, പതുക്കെ. ആരോ വന്നു. അയ്യോ, ആരാ വന്നത്? ആരും വന്നതല്ല, ഇനി ഞങ്ങൾ കണ്ടടാ. അതിന് ഞങ്ങൾ കണ്ടില്ല. ആക്രമണങ്ങൾ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇനി ആരെങ്കിലും വന്നാലും സിഗ്നൽ തരണ്ട കേട്ടാ. ഞാൻ കേറിയട്ടെ മങ്ങളോടാ. കുനിഞ്ഞിരി. അയ്യേ, ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവിടെ. അതല്ല, ഇവിടെ നോക്കാം. ഞാൻ പറയുന്നത് നീ ഇവിടെ ഇങ്ങനെ. ഞാൻ നിന്റെ പുറത്ത് കയറാം. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടല് നിറയെ കൈകളുള്ള ഭീകര സത്തുമായി സുഭദ്ര. ഇറങ്ങാനൊന്നും സമയമില്ല. നീ ഓടിച്ചു. കണ്ണു കാണാൻ വയ്യ. കണ്ണു കാണാൻ വയ്യെന്ന് എനിക്ക് കാണാം. നീ ഓടി. എങ്ങോട്ട്? കിഴക്കോട്ട്. കിഴക്കോട്ടോ? കൈ മാറും ആ പുല്ലേ. ഓടിക്കോടാ. ഇന്നു മുതൽ ഞാൻ നിന്റേത് മാത്രമായിരിക്കും മേഴ്സി. മേഴ്സിയോ? അതാരാ? ഞാൻ മാക്സിയോ? സോറി, ഞാൻ മാക്സി എന്ന് തന്നെ ഉദ്ദേശിച്ചത്. പറഞ്ഞപ്പോ സ്പെല്ലിംഗ് തെറ്റിപ്പോയതാ. കണ്ടോ, സത്യം. എനിക്ക് എപ്പോ സ്പെല്ലിംഗ് തെറ്റിയാലും അപ്പൊ ഫോൺ വരും. അയ്യോ അമ്മയാ, മിണ്ടല്ലേ. ഹലോ, നീ ഇതെവിടെയാ? നിന്നെ കാണാൻ വേണ്ടി നിന്റെ ഗസ്റ്റ് ഹൗസിലോട്ട് വന്നോണ്ടിരിക്കുക. നിർത്ത്. വണ്ടി അവിടെ നിർത്ത്. ഞാൻ അങ്ങോട്ട് വന്ന് അമ്മയെ പിക്ക് ചെയ്തോളാം. വണ്ടി നിർത്താൻ. എടാ ഉഗ്ര, വണ്ടി ഒന്ന് ഒതുക്കി നിർത്തേ. അവൻ ഇങ്ങോട്ട് വന്നോളാവന്ന്. അമ്മ ഫോൺ എന്നാ ഉഗ്രന്റെ കയ്യിലോട്ട് കൊടുത്തേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദാ, അവൻ എന്തോ നിന്നോട് പറയാനുണ്ടെന്ന്. ഹലോ ശ്രീകുട്ടാ, ഇത് ഞാനാ ഉഗ്രൻ. നിന്നോട് ആരാടാ ചെകുത്താനെ ഈ നേരത്തെ അമ്മയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതല്ല, അമ്മയാണ് എന്നെ കൂട്ടിക്കൊണ്ട് വരുന്നത്. എന്നാ കൂടെ വല്ല ലേഡീസ് ഉണ്ടോ? അതൊക്കെ ഞാൻ വിശദമായിട്ട് അവിടെ വന്ന് പറയാം. തൽക്കാലം ഞാൻ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി നിർത്തുന്നു. ഞാൻ അവിടെ വന്ന് നിന്റെ കാറിൽ നിന്ന് അമ്മയെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കുമ്പോഴേക്കും നീ ആ കാറിൽ ഇവളെ ഇവിടുന്ന് ഗസ്റ്റ് ഹൗസിൽ എത്തിക്കണം. ഓക്കെ? ശ്രീകുട്ട, ഇത് SP സാറിന്റെ കാറാ. ഇതിനകത്ത് പീസിനെ കയറ്റിയാലുണ്ടല്ലോ, അയാൾ എന്നെ പീസാക്കും. അതിന് അയാളെ അറിയിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? നീ അങ്ങോട്ട് പറയുന്ന കേട്ടാ മതി. കേട്ടാ വെച്ചാ അമ്മേ, വാ വേഗം പോയേക്കാം. നീഞ്ഞു വന്നേ. വേഗം ചെല്ല്. കൈരളി അപ്പാർട്ട്മെന്റ്സിന് മുമ്പിലെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി നിർത്തിയിട്ടുണ്ട്. കാണാൻ നല്ല സുന്ദരിയാ മാക്സി. ആളെ കെട്ടിക്കൊണ്ട് വയ്ക്കൂ. അയ്യോ, അങ്ങനെ ആവുമ്പോ കാർ മതിയാവില്ല. നമുക്ക് ടെമ്പോ വിളിക്കാം. ടെമ്പോയോ? എന്തിന്? നീയല്ലേ പറഞ്ഞ മാക്സിമം ആളെ കെട്ടിക്കൊണ്ട് വരാനായിട്ട്? ഇവിടെ കാറാകുമ്പോ മാക്സിമം 4 പേരല്ലേ കയറുള്ളൂ. മാക്സിമം അല്ല, മാക്സി ഒറ്റ പെണ്ണ. ചെല്ലണം.
ഈ പാപിക്ക് മാപ്പ് തരണോ അമ്മേ? ഹാ, എന്തിന്? നീ എന്ത് പാപം ചെയ്തിട്ടാ ഈ എന്നോട് മാപ്പ് ചോദിക്കുന്നേ? ഒരു മകൻ അമ്മയോട് മാപ്പ് ചോദിക്കാൻ എന്തെങ്കിലും പാപം ചെയ്യണോ അമ്മേ? ഇവിടെ ചെരുപ്പ് താഴെ പോയി. അല്ല, നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? വീട്ടിലേക്ക്. വീട്ടിലേക്കല്ലല്ലോ, നിന്റെ ഗസ്റ്റ് ഹൗസിലേക്കല്ലേ പോകാൻ പറഞ്ഞത്? അതിന് ഞാനിപ്പോ അമ്മയുടെ കൂടെ ഇല്ലേ, പിന്നെന്തിനാ ഗസ്റ്റ് ഹൗസിലോട്ട് പോകുന്നത്? അതൊക്കെ കാര്യമുണ്ട്. നീ വണ്ടി ഗസ്റ്റ് ഹൗസിലേക്ക് വിട്ടേ. ഈ അമ്മയോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ അമ്മയെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകില്ല. ആഹാ, എങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ. നീ വണ്ടി നിർത്തേ, ഞാനൊരു ടാക്സിയിൽ അങ്ങോട്ട് പോയിക്കോളാം. ഇല്ല, ഞാൻ നിർത്തില്ല. അമ്മയെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കും. ഞാനിപ്പൊ ചാടും. നീ വണ്ടി നിർത്തണോ ഇല്ലയോ? ഡോർ തുറക്കല്ലേ, അവിടെ ഞാൻ വണ്ടി നിർത്താം. ശരി, അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഗസ്റ്റ് ഹൗസിലോട്ട് പോകണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ചിലരെയൊക്കെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണെന്നാണല്ലോ അമ്മയുടെ സംശയം. ഇറങ്ങി നോക്ക്. ചേട്ടാ, അമ്മ എന്തുവായി തിരയുന്നത്? എന്റെ ഒരു ചെരുപ്പ് കാണുന്നില്ലല്ലോ. അയ്യോ, അത് അമ്മയുടെ ചെരുപ്പായിരുന്നു. എന്താ, നീ കണ്ടോ? ഏയ്, അമ്മ ഇട്ടോണ്ട് വന്നത് അമ്മയുടെ ചെരുപ്പ് തന്നെ ആയിരുന്നോന്ന് ചോദിക്കായിരുന്നു. പിന്നെ എന്റെ അല്ലാതെ വേറെ വല്ലവരുടെയും ചെരുപ്പ് ഞാൻ ഇട്ടോണ്ട് വരുവോ? ഇത് എന്ത് മറിമായവാ ദൈവമേ. ഒരു കാലിലെ ചെരുപ്പ് മാത്രമായിട്ട് ഈ കാറിൽ നിന്ന് ആരെടുത്തോണ്ട് പോയി? ആരും എടുത്തോണ്ട് പോയൊന്നും ആവില്ല. ചിലപ്പോ കാറി വന്ന് കയറിയപ്പോ ഊരി പോയിട്ടുണ്ടാവും. അമ്മ വാ. ഞാൻ അകത്തോട്ടൊന്നും വരുന്നില്ല. നീ പോയി നിന്റെ പെട്ടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്തേ. ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ താമസം അവസാനിപ്പിക്കുക. ഇനി നീ താമസിക്കാൻ പോകുന്നതേ സത്യപ്രതാപന്റെ കൂടെ. ആരുടെ കൂടെ? സത്യപ്രതാപന്റെ കൂടെ. എന്ത് കാര്യത്തിന്? അമ്മ എന്താ അയാൾക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തോ? ഞാൻ കൂടെ പോയി താമസിക്കാൻ? നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ല? അമ്മ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കും. ഈ ഒറ്റ കാര്യം ഒഴിച്ച് ഞാൻ ആരുടെയും കൂടെ പോയി താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഉറപ്പ്. എന്നാ ഞാനും ഒന്ന് ഉറപ്പിച്ചു. ഇന്ന് മുതൽ എന്റെ താമസം നിന്റെ കൂടെയാ. നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാനും ഉണ്ടാവും. ഉണ്ടായിക്കോ. ഏതായാലും അയാളെക്കാട്ടി ഭേദമാ അമ്മ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. ഈ അമ്മയ്ക്ക് അറിയണമല്ലോ എന്റെ മോൻ എവിടെയാ പോകുന്നത്, എന്താ ചെയ്യുന്നോക്കെ. ആ, ഓ, ഞാൻ എന്തിനാ ഈ ഒറ്റ കുന്തോട്ടോണ്ട് നടക്കുന്നത്? എടുത്തോണ്ടക്കളാ ആശം. ഹലോ ശ്രീകുട്ട, ഞങ്ങളെ പോലീസ് പിടിച്ചടാ. എന്തിന്? പടക്കക്കടക്ക് തീ കൊടുത്തെന്നും പറഞ്ഞ്. പടക്കക്കടക്ക് തീ കൊടുത്തെന്ന? ആര് തീ കൊടുത്ത്? എനിക്കൊന്നും ഓർമ്മയില്ലടാ. ആദ്യം ഭൂമൂലിക്കോണെന്നാ വിചാരിച്ചത്. പിന്നെ പോലീസുകാര് പറഞ്ഞപ്പോഴാണ് പടക്കക്കടയാണെന്നും തീ പിടിച്ചാണെന്നൊക്കെ മനസ്സിലായത്. നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇപ്പൊ എവിടാ? പോലീസ് സ്റ്റേഷനിലാ? പോലീസ് സ്റ്റേഷനിൽ എസ് പി സാർ വന്ന് ഞങ്ങളെ ജാമ്യത്തിൽ ഇറക്കി. ഇപ്പൊ എസ് പി സാറിന്റെ വീടിനടുത്തുള്ള പൂത്തിന്നാ സംസാരിക്കണത്. അതെന്തിനാ നീ അങ്ങോട്ട് പോയത്? പോലീസ് പിടിച്ചപ്പോ നിനക്ക് എന്റെ പേര് പറഞ്ഞാ പോരായിരുന്നു? പറഞ്ഞടാ, നിന്റെ പേര് പറഞ്ഞ്. അപ്പോഴല്ലേ അടി നിർത്തിയത്. സിയക്ക് എന്നെ അറിയാം. പിന്നെ ഇടിയായിരുന്നടാ, പൊരിഞ്ഞിടി, നിലത്തിർത്തിയിട്ടില്ല. മതി. എങ്ങനെയെങ്കിലും അയാളുടെ നിന്ന് തലയൂരി പോരാൻ നോക്ക്. ആ പെണ്ണെന്തിയാ മാക്സി? അവൾ അപ്പോഴേ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടില്ലേ. പിന്നെ നിന്റെ മറ്റേ പെണ്ണില്ലേ, അവളുടെ താമസസ്ഥലം ഞാൻ കണ്ടുപിടിച്ചടാ. ഏത് മറ്റേ പെണ്ണ്? എടാ, നീ പിന്നാലെ നടന്നിട്ട് നിന്നെ മൈൻഡ് ചെയ്യാത്ത സുന്ദരി പെണ്ണില്ലേ, സന്ധ്യ, അവളുടെ. സന്ധ്യയുടെ? അവള് താമസിക്കുന്ന എവിടെയെന്നറിയാമോ? നമ്മുടെ എസ് പി സാറിന്റെ തൊട്ടടുത്ത വീട്ടില്. എടാ, ഇത് സത്യമായ കാര്യമാണോ അതോ? സത്യമായയുടെ കാര്യമല്ല, സന്ധ്യ. അവൾ എസ് പിയുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നുള്ളൂ. സത്യമാണോന്ന്? അല്ല, നോണ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഓക്കെ, വെച്ചോ. ഇനി അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഞാൻ എസ് പിയുടെ കൂടെ പോയി താമസിച്ചോളാം. അതേ അമ്മേ, എനിക്ക് അമ്മയുടെ സന്തോഷമാണ് ഏറ്റവും വലുത്. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഭഗവാനെ, ഇനി നീ നന്നാവും, നോക്കിക്കോ. അതെ അമ്മേ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇനി അങ്ങോട്ട് ഞാൻ നന്നാവുന്നു. 22, 23, 24. എന്നെടുക്ക. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ആർപ്പോ ഇറോ, മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ഇവിടെ രാമഭദ്രന്റെ മുറി ഏതാ? മേളില, നമ്പർ 6. വിളിക്കണോ? വേണ്ട, പോയി കണ്ടോളാം. രാമഭദ്ര, എന്തോന്നാടാ ചാവമേ? ഇട എഴുന്നേക്കാൻ, ആ പെണ്ണ് വരുന്നത്. പെണ്ണ? ഏത് പെണ്ണ്? അവള്, ആ മാലു. അവളിപ്പോ ഇങ്ങോട്ട് കയറി വരുമെന്ന്. എഴുന്നേക്കാൻ. എഴുന്നേക്കാന്റെ മുണ്ടവിടെ? മുണ്ടില്ലേ? അയ്യേ, നീ കട്ടിലടി ഉണ്ടോ നോക്ക്. ഉണ്ട്. എളുപ്പം.
ഞാൻ രാമഭദ്രനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ? ഓ ഐ സീ. നിൽക്കവിടെ. സോറി ദാ. അതല്ല, ഇവനെ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇത് നമ്മളെ രണ്ടുപേരെയും മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ്. അപ്പോ നമ്മൾ മാത്രം കേട്ടാ മതി. സോറി. ഞാൻ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞാ പോരെ? വേണ്ട വേണ്ട, അവിടെ നിന്ന് പറയാൻ സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇവിടെ തീരെ സൗകര്യമില്ല. പോക്കറ്റിനെ കാണിക്കരുത്. ആണുങ്ങൾ താമസിക്കുന്ന മുറിയായത്. എന്നിട്ട് രാമഭദ്രൻ താമസിക്കുന്ന മുറിയാണെന്നാണല്ലോ താഴെ പറഞ്ഞത്. എടി, മര്യാദക്ക് എന്നെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതല്ല. ഞാൻ ഉടനെ പോവും. പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവും. ഞാൻ രാമഭദ്രനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ രാമഭദ്രൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടുകാർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഈ എന്നോടാണോ പ്രതികാരം ചെയ്യണേ? ഇപ്പോ നിങ്ങളുടെ അച്ഛനായിട്ട് എന്റെ കല്യാണം മുടക്കി. ഇനി നിങ്ങളായിട്ട് എന്റെ പഠിപ്പും കൂടെ മുടക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാണ്. പ്ലീസ്, ഇനി എന്നെ ഉപദ്രവിക്കരുത്. ശത്രുവാണെങ്കിൽ പോലും ഒരു പെണ്ണ് വന്ന് കരഞ്ഞു കാല് പിടിക്കുമ്പോ പിന്നെ ഉപദ്രവിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന കാര്യമല്ല. രാമഭദ്രൻ ഒരാണാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കണ്ട കണ്ട, അവള് പറഞ്ഞിട്ട് പോയത് കണ്ട. നീ ഒരാണാണെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം. എന്താണ് അതിന്റെ അർത്ഥം? എന്തർത്ഥം? ഇവിടെ നിന്റെ വീട്ടിൽ നിന്നെ മാത്രമേ ആണായിട്ട് അവള് കാണുന്നുള്ളെന്ന്. നിന്റെ ചേട്ടന്മാരും ആണുങ്ങളല്ലെന്ന്. അതുകൊണ്ടാണ് അവരാരും കല്യാണം കഴിക്കാത്തതെന്ന്. അങ്ങനെ അവളെപ്പോ പറഞ്ഞു? എടാ പോത്തെ, നിന്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ പോയത്? എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല പോത്തെ. ഇല്ല. അയ്യേ അയ്യേ പൊളപ്പ്. അയ്യേ. എടി, നിന്നോട് ആരാടി പറഞ്ഞത് എന്റെ ചേട്ടന്മാരൊന്നും ആണുങ്ങളല്ലെന്ന്? അയ്യോ, ഞാനത് ഇപ്പോഴാ അറിയണത്. സത്യമാണോ? ദേ കളിക്കരുത്. അഞ്ഞൂറാന്റെ മക്കളോട് കളിക്കരുത്. ഞങ്ങളും മഹാചെറ്റകളാ. അയ്യേ, എന്തിനാ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കണേ? ആദ്യം പറഞ്ഞു ആണുങ്ങളല്ലാന്ന്, ഇപ്പൊ പറയണു ചെറ്റകളാണെന്ന്. രാമഭദ്രന് ഇത് എന്ത് പറ്റി? മതിയടി, എന്താ തിരിക്കാൻ? രാമഭദ്രൻ എന്നെ എത്ര വെറുക്കുന്നോ അത്രയും ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. നീ എന്തിനാ എന്നെ ഇഷ്ടപ്പെടുന്നത്? അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ സമ്മതം ചോദിച്ചിട്ടാണ് രാമഭദ്രൻ എന്നെ വെറുക്കുന്നത്. പിന്നെന്താ? എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. പറ്റൂല്ല, ഞാനൊന്ന് നോക്കട്ടെ. നോക്കിക്കോ, ഏത് കുരങ്ങനെ വേണമെങ്കിലും നോക്കിക്കോ, പക്ഷെ എന്നെ നോക്കണ്ട. ഞാൻ രാമഭദ്രനോട് എന്നെ ഇഷ്ടപ്പെടാനെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ കാണാം. അപ്പൊ എന്നോടും പറയേണ്ട കാര്യമില്ല. എനിക്ക് രാമഭദ്രനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാ ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമാണ്. अभी से बैचलर लोगों को किराए पर घर नहीं देने का एक कमेटी का फैसला है. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഗോവിന്ദൻകുട്ടിയെ പറഞ്ഞു വിടാന്ന് തീരുമാനിച്ചു. ഇന്ന് എന്റെ ഭാര്യ, നാളെ നിങ്ങളുടെ പെങ്ങള്. അങ്ങനെ പെണ്ണുങ്ങൾ ഉള്ളിടത്തൊക്കെ കയറും. വെറുതെ മലയാളികൾക്ക് ചീത്തപ്പേരുണ്ടാക്കാതെ ഇറക്കി വിട്ടേക്ക്. ആ ദേ വരുന്നു. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ ദേ കടയിലേക്ക് പോകും. കാലെ പിടിക്കാൻ നിലത്തടിക്കും കേട്ടോ. അയ്യേ, ഇതെന്താ ഇവിടെ ഒരു മീറ്റിംഗ്? ആരെങ്കിലും തട്ടിപ്പോയാ? നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ആര്? ഇവിടുത്തെ കമ്മിറ്റി. എന്തിന്? ഈ കാരണം മാനമര്യാദയ്ക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോന്ന് പറയുമ്പോ അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. പോയേ പറ്റൂ. പെട്ടിയെടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട് ഓണർ. വാതില് താഴിട്ട് പൂട്ടി. ഇത് എവിടുത്തെ ന്യായം? ഇവിടുത്തെ ന്യായം. നീ പോടാ പറ്റി. കുത്തി കൊടലിയെടുക്കും. കൊല്ലംകാരുടെ സ്വഭാവം നിനക്കൊന്ന് പറഞ്ഞുകൂടാ. ഒരു ഗംഭീര അടി നടത്തേണ്ടി വരും. കൂടെ ഒന്നോളം. ഞാൻ നിൽക്കില്ല. കാരണം കൂടുതൽ പെർഫോമൻസ് കാണിച്ച കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഇവന്മാരുടെ ഇടികൊണ്ട് നിന്റെ ഷേപ്പ് മാറുന്ന ഞാൻ കാണേണ്ടി വരും. ഞാൻ നിൽക്കില്ല. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ നിൽക്കില്ല. ഞാൻ പോയിക്കോളാം. ബെസ്റ്റ് ജാതകം. ആരുടെ? നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി കിട്ടും. അത് എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടെ വെച്ച് ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച്. എപ്പാ? ഒരു 7-7:30 ആയി കാണും. ഇവിടെ മൈത്തോണ്ടി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എവിടെ പോയി കിടക്കും? തൽക്കാലം പെട്ടി കൊണ്ട് തങ്കന്റെ കടയിൽ വെക്കാം. എന്നിട്ടൊരു സ്ഥലം തപ്പാം. വാ. അമ്മച്ചി കൊള്ളാമല്ലോ വയസ്സ് കാലത്ത്.
വീണ്ടും ഒരു സ്മോൾ ഒഴിച്ച്. സ്മോളല്ല ലാർജാ. അതെയോ വെള്ളമില്ലാത്ത ഒറ്റ മോന്ത്. ഫിനിഷ്ഡ്. അളിയാ ഗാഥ ചരക്ക് കൊള്ളാം കേട്ടാ. ഇവനെയൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷന് വിട്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷക്കാരന് പണം കൊടുത്ത് അവൾ മുകളിലേക്ക് നടക്കുകയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞു വരികയാണെന്ന് തോന്നുന്നു. കയ്യിൽ കുറെ പൊതികളുണ്ട്. മുകളിലെത്തി അവൾ ബെല്ലടിക്കുന്നു. അതാ കതവ് തുറക്കുന്നു. അവൾ അകത്തേക്ക്. അതിനിടയിൽ അമ്മച്ചിയോട് എന്തോ പറഞ്ഞു. അവൾ ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് പോകുന്നു. അകത്ത് ലൈറ്റിട്ടു. പ്രകാശം പരന്നു. അവൾ കയ്യിലുള്ള പൊതികൾ മേശപ്പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഹാൻഡ് ബാഗ് എടുത്ത് കട്ടിലേക്ക് എറിയുന്നു. പിന്നീട് അവൾ ഞാൻ നോക്കാം. ഇതാ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ലേ? ഇതാ ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ? ഇതാ ഞാൻ നോക്കാം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വാച്ച് ചെയ്തോണ്ടിരിക്കുക. നേരത്തെ വ്യക്തമല്ലെന്ന് ഇപ്പൊ വ്യക്തമാണ്. എന്തോന്ന്? അത് പിന്നെ പറയാം. ഇതെന്തോന്ന് റൗഡിസോ? അടച്ചു. സമാധാനമായ പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ടതാ. നീ എന്തോന്ന് കണ്ടത്? എന്തോന്ന് കണ്ടത്? എന്തോന്ന്? എന്തോന്ന്? ഫുൾ നേക്കഡ്. ഫുൾ നേക്കഡ് പോടാ. ഫസ്റ്റ് ഡേ ഫുൾ നേക്കഡ് ഒന്നും കാണാൻ നോക്കൂല. കണ്ട് സത്യം സത്യം സത്യം. വന്ന അവൾ അപ്പുറത്തുണ്ട്. വാച്ച് ചെയ്തോണം. വായി നോക്കിയിരിക്കരുത്. നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാം. ഈ കുരങ്ങനെ എവിടുന്ന് കിട്ടി? രണ്ടുപേരും മാച്ച് ചെയ്യുന്നുണ്ടല്ലേ? വാതിറക്കാതെ 7 മൈൽ ദൂരം എന്നാ അറിയാൻ നാറ്റം. നല്ല വെള്ളമായിരുന്നല്ലേ? കല്ലിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തന്നെ ബാംഗ്ലൂരോട്ട് വന്നത്. ഞാനത് റിപ്പോർട്ട് ചെയ്യും കേട്ടോ. അയ്യോ റിപ്പോർട്ട് ചെയ്യല്ലേ. റിപ്പോർട്ട് ചെയ്ത അവരെന്നെ ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. എടാ ചോണയുണ്ട് പന്തയം വെച്ചോ. ഈ കേസ് ഞാൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്റെ പേര് പട്ടി കിട്ടോ. അതിന് പട്ടിയും കൂടെ സമ്മതിക്കണ്ടല്ലേ? അറിയാൻ നമ്മുടെ വീട്ടിലെ പട്ടിക്ക് KP നായിരുന്നു പേരിട്ട. പട്ടി എടുത്ത് കടിച്ചു കൊന്നുകളെ. ഊതാതെ ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട്. അതങ്ങ് കൈ വെച്ചിരുന്ന മതി. ഈ KPയുടെ തനി കൊണ്ടു നിനക്ക് അറിഞ്ഞൂടാ കേട്ടോ. കൈ ഉണ്ടാടാ. ചൂണ്ടിയാ നീ എന്നെ പിടിച്ചു ചൂണ്ട് 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 ചൂണ്ടും. ಒಂದು ಕಾರ್ಯದಲ್ಲಿ ನಮ್ಮ ಒಂದಾಗಿರ್ಬೇಕು, ಜಗಳ ಮಾಡಕೂಡದು. എന്താ പറഞ്ഞ? നമ്മളെ പോലുള്ള ഡീസന്റ് പാർട്ടികൾ ഇതുപോലുള്ള അലവലാദികളോട്ട് സംസാരിക്കരുത്. ജಗಳ ಮಾಡಕೂಡದು. കണ്ട പിന്നെ ഒരു ലാർജ് ഇടട്ടെ. ഒന്നുകൂടി താ ചേട്ടാ. എത്രേ? 62 രൂപയായി. ഒരു പെഗും കൂടി വേണം. താങ്ങുവോ? വേണ്ടല്ലേ? ശരി. എന്താ ഒരു പൈൻ്റെ റമ്മും കൂടി. കാറ്റ് കൊണ്ടപ്പോ മൂത്തളിയാ. ഇറങ്ങിട്ടെ. അതെ ഈ ഉപകാരം ഞങ്ങൾ ജീവിതത്തിൽ മറക്കൂല. കാശ് എടുക്കണം. കാശോ? സ്നേഹത്തിന്റെ പുറത്തല്ലേ ഞങ്ങളെ കൊണ്ടുവന്നത്. എന്തോ 5 രൂപയോ വല്ലതും കൂടെ അഡ്ജസ്റ്റ് ചെയ്താ സാറേ. തിരിച്ച് കല്ലടിച്ച് പോണ്ടേ? കല്ലടിച്ച് പോണ്ട, ഞങ്ങളിവിടെ വരാം. പക്ഷെ ഞങ്ങളെ തിരിച്ചിവിടെ കൊണ്ടാക്കണം. അങ്ങനെ ഞങ്ങൾക്കറിയാം. പോടെ പോടെ ഓടോ. എവിടുന്ന് കെട്ടിയെടുത്ത് പണ്ടായിരുന്നു രാത്രി ശല്യം എടുക്കാൻ. കുടിപ്പതുക്കൊരു മനമിരുന്നാൽ കുഴി. ഇത് നെത്തോലിയുള്ളേ ഉള്ളു. പെരിച്ചാഴിയുടെ ആർക്കറിയാം. വാ വാ വാ.
ഇവിടെ വൊമിറ്റ് ചെയ്യുന്ന റൂം ഏതാണ്? അളിയാ സേതു, നമ്മൾ എത്ര വേണേലും വെള്ളം അടിക്കാം, പക്ഷെ സ്റ്റഡി ആയിരിക്കണം. മതിയുടെ ഒരു ഡൗട്ട് അടിക്കരുത് നമ്മൾ വെള്ളം അടിച്ചു. അത് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. നിന്റെ തന്നെയല്ലേ? എടാ അളിയ, ഇതേലൊരു അഡീഷണൽ പൂട്ട് ഫിറ്റ് ആയതുകൊണ്ട് നിനക്ക് തോന്നതാ. നേരെ നോക്ക്, ശരിക്കും നോക്കടാ. അല്ലളിയാ, 2 എണ്ണം ഉണ്ട്. നീ വേണേ നോക്ക്. 2 പൂട്ടോ? ഇനി നമ്മൾ വാട കൊടുക്കാതെ തന്നെ ചാക്കുണ്ണി അങ്ങനെ പിടിച്ച് പൂട്ടിയിരിക്കൂടെ? എന്തോ ചാക്കുണ്ണി ആയാലും കൊള്ളാം, ചീങ്കണ്ണി ആയാലും കൊള്ളാം. പകലന്തിയോളം കഷ്ടപ്പെട്ട് മനുഷ്യന് തലയയക്കാമെന്ന് കരുതി രാത്രി വരുമ്പോ മുറി പൂട്ടിയിടുക, അടിച്ച് പൊളിക്കടാ. അയ്യോ, പൂട്ട് തല്ലിപ്പൊളിക്കാനേ നിന്റെയൊക്കെ തന്തമാരുണ്ടാക്കി വെച്ചിരിക്കണാണ് വകന്റെ ഈ ലോഡ്ജ്. എത്ര ദിവസമാണ് പറയണേ വാടക തീർത്ത് എന്നിട്ട് താമസിച്ചാ മതിയെന്ന്? ചാക്കുണ്ണിയേട്ടാ, ഞങ്ങൾക്ക് ഓരോരുത്തർ കുറച്ച് പൈസ കിട്ടാനുള്ള കിട്ടിയില്ല, ഞങ്ങൾ എന്തോ കിട്ടൂല. എങ്ങനെ കിട്ടാനാണ്? അതിനാരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടായിട്ട് വേണ്ടേ? എനിക്കിത് വാങ്ങിച്ച് ബാങ്കിലിടാനൊന്നുമല്ല, കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ വാടക കൊടുക്കാനാണ്. അല്ലെങ്കിലേ അയാള് എന്നെ ഇറക്കി വിടും. അതിലും ഭേദം നിങ്ങൾ ഇറങ്ങണാണ്. ചാക്കുണ്ണിയേട്ടാ, സമാധാനായിട്ടിരിക്കും. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ വാടക തന്നിരിക്കും. അല്ലേ? അല്ലേ? അതെ അതെ. വാടകയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ആരോട് ചോദിച്ചിട്ടാണ് ഈ പാന്റും ഷർട്ടും ടൈയും ഒക്കെ എടുത്തിട്ടത്? അത് പിന്നെ ചാക്കുണ്ണിയേട്ടാ, ചാക്കുണ്ണിയേട്ട ഇടാറില്ലേ ഇപ്പൊ ഇട്ടിരിക്കുന്ന കോട്ടോ? അത് ഇത് ഞാൻ ഇടണതെങ്കിലേ ഞാൻ തന്നെയാണ് തിരുമ്പണം. നീയും ഇട്ടോ, പക്ഷെ നാളെ എന്റെ കൂടെ തുണിരുമ്പാൻ വരണം. അയ്യോ, എന്നയ്യാ ഇത് ഗലാട്ടാ, തൂങ്ക വേണ്ടാമാ. ചാക്കുണ്ണിയേട്ട, അടുത്ത മുറിന്നൊക്കെ ആള് നോക്കുന്നു, നമ്മള് കള്ളുപിടിച്ചിട്ട് വഴക്കാന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ സ്നേഹിക്കണാണ്. അവനും ഇത് തന്നെയാണ് കേസ് കെട്ട്. വാടക വരാനുണ്ട്. വാടക പറഞ്ഞേ അവൻ 3 മാസമാണെങ്കിൽ നീ 4 മാസമാണ് കേട്ടാ. ഞാൻ ഇങ്ങോട്ട് വരണുണ്ട്. അപ്പോളേ വേഗം തലങ്കാലിയാക്ക്. അയ്യോ, ഈ അസമയത്ത് ഞങ്ങൾ എവിടെ പോവാനാ? അയ്യോ, ഇപ്പൊ പെറ്റ് വീണ ഒന്നും അറിയാത്ത മാലാഹ കുഞ്ഞുങ്ങളാണല്ല. സർക്കാർ ഇവിടെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനും ഒക്കെ പണിതിട്ടിരിക്കണതേ നിനക്കൊക്കെ വേണ്ടിയാണ്. എടാ, ഞാൻ നിന്നോട് അപ്പഴേ പറഞ്ഞില്ലേ ചാക്കുണ്ണിയുടെ പൈസ കൊടുക്കാൻ, എന്നിട്ട് നീ അത് മുഴുവൻ കള്ളു കൊടുത്ത് തീർന്നില്ലടാ. കുറ്റം മുഴുവൻ എന്റെ ഭർത്താവല്ലേ? നീ ഇപ്പൊ അങ്ങനെ സൂചിക്കണം. നിനക്ക് തരാനുള്ള 3 രൂപ. ഇനി നമ്മൾ തമ്മിലൊരു കച്ചവടമില്ല. ഇനി നമ്മൾ തമ്മിലൊരു ഇത് കയ്യിൽ വെച്ചോണ്ടാണ് ഈ ചവിട്ട് നാടകം കളിച്ചത്. 100 ഇപ്പൊ ചാക്കുണ്ണിയേട്ടന് സമാധാനമായ ഇനി മുറി തറ. എന്നാ ഇനി ചാക്കുണ്ണിയേട്ടൻ നമുക്ക് ഈ 2 സ്മാൾ അടിച്ച് പിരിയാം. ഏത് സ്മാളാ? ചാക്കുണ്ണിയേട്ടൻ തരാൻ വേണ്ടി ഇവനൊരു പൈന്റ് റമ്മ അടിച്ചു വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് കൊടറേ. റമ്മ? ചുമ്മാ, അത് നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഒരു കാമഡി പറഞ്ഞല്ലേ. അപ്പൊ നീ ഇവിടെ വെച്ചിരിക്കണതാ കൊഴമ്പാ. ഇത് കുഴമ്പ് തന്നെയാണ്. ചാക്കുണ്ണിയേട്ടാ, ഞങ്ങളുടെ മുറിയുടെ താക്കോല് അത് നിങ്ങളുടെ വാതിലിന്റെ വേളി തന്നെ ഉണ്ട്. സമാധാനമായല്ല. ഞാനും ഒരെണ്ണം വലിക്കാടാ. വേണ്ട വേണ്ട വേണ്ട, ഒരാൾ വലിച്ചാ മതി. ചേടാ, എവളിത് എവിടുന്ന് വന്ന പോലടാ? 4 സുന്ദര കുട്ടപ്പന്മാർ ഇവിടെ നിരന്ന് നിന്നിട്ടൊന്നും മൈൻഡെങ്കിലും ചെയ്യണ്ടേ? മഹാദേവ, നമുക്ക് ഈ തള്ളയെ കറക്കിയെടുത്താലോ? നീ കറക്കിയെടുത്തു. ഇവനാവുമ്പോ നല്ല മാച്ചായിരിക്കും. ഞങ്ങൾ അവളെ തന്നെ കറക്കിയെടുത്തോളാം. പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേക്കടാ. അവളെ വീഴ്ത്താൻ ഏറ്റവും നല്ല വഴി അവളുടെ മുത്തശ്ശിയാ. മുത്തശ്ശി നമ്മുടെ ആളായി കഴിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തും സാധിക്കാം. ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയൊരു നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാ പറയടാ. മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചുന്നു. അതിനവര് ചായയും കാച്ചിക്കൊണ്ട് വന്നല്ലേ പറ്റൂ. ചായയാ? ചളവാക്കാതെ പോളേ. നീ പറ. എടാ, നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ വിഷമമുള്ള കാര്യമല്ലത്. നീ ഒറ്റയ്ക്ക് പോയാൽ എനിക്ക് പറ്റില്ല. ഞാൻ പറയുന്നത് ആരും ഒറ്റയ്ക്ക് പോയാൽ ശരിയാവൂല. പോകുമ്പോ നമ്മൾ എല്ലാരും കൂടെ ഒന്നിച്ചു പോകാം. എന്നാ പിന്നെ നീ പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിച്ചു പോയ കാര്യം എളുപ്പം നടക്കും. ഇത് ഒറ്റയ്ക്ക് പോയാൽ ഏത് കാര്യത്തിനും തർക്കിച്ചോളൂ. ഒന്നും ഉണ്ടാതിരിയടാ. എന്നെ ഇവനെ ഇന്നലെ രാത്രിയിലെ ബഹളത്തിന് അവര് കണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല.
ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ കംപ്ലീറ്റ് പോയില്ലേ? ഇപ്പൊ ആ തള്ള തനിച്ചേ ഉള്ളൂ. ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടിച്ചൊതുക്കി ചാക്കി കയറണം. നിനക്കതിനുള്ള കഴിവുണ്ട്, നീ പോയാ മതി. അയ്യോ എന്റെ ദൈവമേ. ചെല്ലടാ. ഒന്നൂടടി ഞെക്കിപ്പിടി. അവന് വെട്ടുകൊണ്ട് കാണുമോ? എന്റെ അമ്മ തള്ളക്ക് ഭ്രാന്താടാ. നീ അവിടെ കിടന്നെങ്കിൽ എല്ലാവരും വിളിച്ചെന്തിന്? ആളുകൾ വല്ല ഓടിക്കൂടിയിരുന്നെങ്കിൽ നമ്മൾ അഭിമാനം ഉണ്ടാവുക. നിനക്ക് അഭിമാനമാണല്ലേ പ്രശ്നം? ആ തള്ളയുടെ വെട്ടങ്ങാൻ എന്റെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലാ. കൊണ്ടില്ലല്ലോ, കൊണ്ടിരുന്നേ കാണായിരുന്നു. എന്ത് കാണായിരുന്നു? എന്റെ നെഞ്ചത്ത് വെട്ടുകൊള്ളതാ. അല്ലല്ല പോടാ. നീ ഇപ്പൊ ചൂടാന്ന് എന്തിനാ? നീ തന്നെയല്ലേ പറഞ്ഞു നിന്റെ മുത്തശ്ശിയാണ് വളച്ച വളയുമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഒരാപത്ത് ഒരു മോടിക്കളയാവോ? എടാ അതൊരു ആപത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? നീ അവരെ വളയ്ക്കാണെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. പോടാ ചതിയന്മാരെ തെണ്ടികളെ. ഗോവിന്ദൻകുട്ടി, ഇനി എന്തായാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല. അവൾ ഈ നാട്ടിൽ കാല് കുത്തി അന്ന് മുതൽ അവൾ നമ്മുടേതായി. ഇനി അവളെ വിവാഹം കഴിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നമ്മളോ? നമ്മള് 3-4 പേരില്ലടാ. അതിനെന്താ, പഞ്ചപാണ്ഡവന്മാർ 4 പേരും കൂടിയല്ലേ പണ്ട് ദമയന്തിയെ കെട്ടിയത്? ദമയന്തി അല്ലടാ, കുന്തി. കുന്തിയെങ്കിൽ കുന്തി കെട്ടിയല്ലോ, അതേപോലെ എവളും ചെയ്യട്ടെ അല്ലേ മഹാദേവ? പോടാ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ 4 പേരെയും കൂടെ കെട്ടല്ല, ആരെങ്കിലും ഒരാളെ. ആ ഒരാൾ ആരാണെന്ന് പറ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. അയ്യടാ, നീ അങ്ങനെ തനിച്ച് ബുദ്ധിമുട്ടണ്ട, ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. അത് തന്നെ, നമ്മളെ മെട്ടിച്ച് ഒരു 5-ാമൻ അവളെ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും അവളുടെ മേലൊരു കണ്ണു വേണം. ഒരു കണ്ണോ? അതിനുവേണ്ടി ഈ 2 കണ്ണുകളും ദാനം ചെയ്തിരിക്കുന്നു. അയ്യാ, എടാ ഉഗ്ര, നമ്മളിപ്പോ താമസിക്കാൻ പോകുന്നത് SP-യുടെ കൂടെയാ. നീ എന്തെങ്കിലും മങ്ങത്തരം കാണിച്ച അയാൾ എന്നെ കൂടെ ചവിട്ടി പുറത്താക്കും, പറഞ്ഞേക്കാം. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. അതെ, കുറച്ചു നേരം ഇരുന്നെനിക്കാം, എന്നാലേ കാഫ് വലുതാവുള്ളൂ. അല്ലെങ്കിലേ കാലിന്റെ മസിലിനൊന്നൊരു ഭംഗി ഉണ്ടാവില്ല. ഞാൻ ചെറുപ്പത്തില് അനിയമ്മ എന്റെ ജിംനാസ്യത്തില് ബെഞ്ച് പ്രസ് എടുക്കാറുണ്ട്. ശ്രീകുട്ട, നീ SP സാറ് സെക്യൂരിറ്റി കൂടി കാറ് തള്ളണം. അവരുടെ കാറ് കേടായെന്നാ തോന്നുന്നത്. നമുക്കിന്ന് സഹായിക്കാം, വാ. വേഗം വാ. ഓക്കേടാ. സോറി. ആരെ ഈ കൊക്ക കൊണ്ടൊന്ന് ഇവിടെ കൊണ്ട് ഒളിച്ചു വെച്ചത്? എടാ, കുന്നിനെ നിറയെ കൊണ്ട് ആരെയും കാറുള്ളൂടാ. നമ്മുടെ ഭാഗ്യത്തിന് നമ്മൾ കുന്നിന്റെ മുകളിൽ നിന്ന് ചാടാൻ പോവാണെന്ന് ഇവന്മാർക്ക് തോന്നാതിരുന്നത്. ഇല്ലെങ്കിൽ നമ്മളീ കൊക്കയിലേക്ക് തള്ളിയിട്ട് ഇവന്മാര് കൊന്നാനെ. അപ്പൊ ഇവന്മാരെ 2 പേരെയും ഇവിടെ തന്നെ താമസിപ്പിക്കാൻ തീരുമാനിച്ചോ? എങ്കിലും ഇതിലും ഭേദം ബോംബ് കൊണ്ടുവയ്ക്കുന്നതാ. അപ്പൊ പിന്നെ ഒരു പ്രാവശ്യമല്ലേ പൊട്ടുള്ളൂ. താൻ എന്റെ ആരാ? എന്താന്ന്? താൻ എന്റെ ആരാണെന്ന്. തീയല്ലേ? അല്ലാതെ അമ്മായിച്ചനൊന്നുമല്ലോ. അധികാരം കാണിക്കാണ്ട് അവർക്ക് പോയി മുറി കാണിച്ചു കൊടുക്ക്. എന്തിന്? അവർക്ക് പോയി മുറി കാണിച്ചു കൊടുക്കാൻ. പറഞ്ഞപ്പോരെ, എന്തിനു ദേഷ്യപ്പെടണേ? അറിയില്ല, ഇപ്പൊ അറിയില്ല. താൻ കുഴിച്ച കുഴിയിൽ വീണ. ഇത് വഴി കൊണ്ടുവയ്ക്കാൻ പറഞ്ഞത് ഏത് കഴിവറിയടാ? ദേ, ആ കാണുന്ന വീട്ടിൽ അവള് താമസിക്കുന്നത്.
എന്തിനാ അപ്പുറത്തേക്ക് നോക്കണേ? ജനൽ തുറക്കാൻ നിങ്ങൾ ആരാ പറഞ്ഞേ? ഒരു കാരണവശാലും കർട്ടനുകൾ മാറ്റുകയോ ജനലുകൾ തുറന്നിടാനോ പാടില്ല. എന്താ സ്മെല്ല് വരും. സ്മെല്ല് എന്തോന്ന് സ്മെല്ല്? അപ്പുറത്തൊരു കക്കൂസ പൊട്ടി കിടക്കുക, അതിനകത്ത് സ്മെല്ല് ഇതിനകത്ത് താരമില്ല. കക്കൂസിന്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവനെ എപ്പോഴും ഒരു കക്കൂസ് അടുത്ത് വേണം. അതിനല്ലേ നീ കൂടെ ഉള്ളത്? പിന്നെ എന്തിനാ വേറെ കക്കൂസ്? ജനലുകൾ തുറന്നിടാൻ പാടില്ല. എന്റെ മുറിയുടെ ജനലുകൾ തുറന്നിടണോ അടച്ചിടണോ എന്നുള്ള ഞാൻ തീരുമാനിക്കും. ഇയാളുകളെ പാട്ടുപോയെ. ഈ വീട്ടിലെ ഏതൊക്കെ ജനലുകൾ തുറന്നിടണം അടച്ചിടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. എന്നാലും ജനലുകൾ തുറന്നിടാൻ താരങ്ങ് തീരുമാനിച്ചാ പോരെ? പ്രശ്നം തീർന്നല്ലോ. നീ കളിക്കാൻ എന്താ അവിടെ ബഹളം? അതെ, ഇവന് ജനല് തുറന്നിട്ടാലേ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ. ഇവന്റെ ഉദ്ദേശം അറിയാം, അത് ഞാൻ സമ്മതിക്കില്ല. എനിക്കെന്തോന്ന് വേറെ ഉദ്ദേശം? ഞാൻ താമസിക്കുന്ന മുറിയിൽ കാറ്റും വെളിച്ചം വേണം, അത്രേ ഉള്ളൂ. കാറ്റിന് ഫാൻ ഉണ്ട്, വെളിച്ചത്തിന് ലൈറ്റ് ഉണ്ട്, തണുപ്പിന് AC ഉണ്ട്. ജനല് തുറന്നിട്ടുള്ള കുളിരൊന്നും ഇവിടെ വേണ്ട. ജനല് തുറന്നിട്ടില്ലെങ്കിൽ മനുഷ്യൻ ശ്വാസം മുട്ടി ചത്തുപോവില്ലേ? ശ്വാസം മുട്ടി ചത്താലും ജനല് തുറക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഗുരുവി, അവൻ ഇവിടെ താമസിക്കുന്നില്ല. ആ താഴത്തെ മുറി കൊണ്ട് കാണിച്ചു കൊടുക്കും. അത് വേണ്ട, ജനല് തുറക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം. വേണ്ട, നീ താഴത്തെ മുറി താമസിച്ചാൽ മതി. അവിടെ ആകുമ്പോൾ കാറ്റും വെളിച്ചോ കിട്ടും. സാരമില്ല, ഞാൻ ഇവിടെയുള്ള കാറ്റും വെളിച്ചവും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. പറയുന്നു അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളാം. റേഡിയാണോ TV ആണോ എന്നുള്ള വഴിയെ മനസ്സിലാവും. പെട്ടി എടുക്കട്ടെ? പെട്ടി നീ എടുക്കണ്ട, ഒരു കാരണവശാലും നീ പെട്ടി എടുക്കണ്ട. പെട്ടി ഞാൻ എടുത്തോളാം. പെട്ടി എടുത്തിട്ട് നിനക്കെന്നെ കൊല്ലാനല്ലേ? പോട്ടെ. രാമോദ്ര, നീ എന്തായി കാണിക്കണേ? എടാ, നിന്നോടായി ചോദിച്ചാൽ നീ എന്തിനാ കെട്ടിപ്പറക്കി പോണെന്ന്? നിനക്ക് കഴിവുണ്ടെങ്കിൽ അവളെയാണ് അവിടെ പറഞ്ഞു വിടേണ്ടത്. അതിനാണ് പ്രേമാണെന്ന് പറഞ്ഞ് എന്നെ നെഞ്ചത്തോട് കയറിയെന്ന് ഞാനെന്തോ ചെയ്യും? തിരിഞ്ഞ് അങ്ങോട്ടും പറയണം ഐ ലവ് യു എന്ന്. അതിന് കുറെ പൊളിക്കും. പെണ്ണുങ്ങളെ പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ 500 മക്കൾ വേറെ എന്തൊക്കെ എനിക്കണം. അതിനൊക്കെ ഇനി ഒരുപാട് സമയം എടുക്കൂല്ലേ? മായൻകുട്ടി, നീ എന്റെ തനി സ്വരൂപം കണ്ടിട്ടില്ല. അത് ഞാൻ ദിവസവും കാണുന്നല്ലേ. പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓടാടും. എന്നോട് അവളെ പ്രേമിക്കാൻ പറയാൻ നീ ആര്? അവളുടെ മാമയോ? അയ്യോ, പ്രേമിക്കണമെന്ന് ആര് പറഞ്ഞു? പ്രേമിക്കരുത്, പ്രേമിക്കരുത്. നിന്നെ കൊന്നാലും നീ പ്രേമിക്കരുത്. പിന്നെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കണം. എന്തിന്? ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കാൻ. നിനക്ക് ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കണോ വേണ്ടേ? എങ്ങനെ എങ്ങനെ എങ്ങനെ? രാമഭദ്ര, ഇതിപ്പോ അവളായിട്ട് നിന്നെ തേടി വന്നിരിക്കുകയാണ്. അവളെ വെച്ച് ആ കുടുംബം തകർക്കാനുള്ള അവസരം നീ കളഞ്ഞു കുളിക്കരുത്. ആദ്യം നീ അവളെ വളച്ചെടുക്കണം. വളച്ച് 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 ഒറ്റ ഓടി. പിന്നെ നീ നോക്കിക്കോ, ആനപ്പാറയിലെ അച്ചമ്മയും കൊമ്പന്മാരും നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തും, കരയും, കാല് പിടിക്കും, കെഞ്ചും. പിന്നെ നിന്റെ വീട്ടിൽ നിനക്കുണ്ടാകാൻ പോകുന്ന സ്ഥാനം, ഓ ദേ നോക്കിയടാ, രോമം എഴുന്നേക്കുന്നത്. കുഴപ്പമാവൂ? ഏയ്, അതിപ്പോ ശരിയായിക്കോളും. അതല്ലേ. ഓ, അവിടെ കുഴപ്പമാവുമെന്ന്. കുഴപ്പമാവും. കുഴപ്പമുണ്ടോ? കുഴപ്പമാവണം. ആ, വേഗം ചെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടെങ്കിൽ പോലെ. പറഞ്ഞ ഇല്ല, ഈ തുടക്കം എങ്ങനെ? എനിക്ക് ഉറങ്ങ. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ കൂടെ പറ. ചെല്ല്. ഇന്നലെ രാത്രി അയ്യേ, ഇന്നലെ രാത്രി ഓക്കെ. മാലു, എക്സ്ക്യൂസ് മീ. ഒരു മിനിറ്റ്, ഒന്നിങ്ങി വന്നേ. ജസ്റ്റ് എ മിനിറ്റ്. എന്താ? എന്തിനെ വിളിച്ചേ? ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എനിക്കും അറിയാം. മാലുവിന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതിന്റെ കാരണക്കാരൻ ഞാനാണെന്ന് അറിയാം. അയ്യേ, രാമഭദ്രനൊന്നുമല്ല. ഇന്നലെ ഭയങ്കര കൊതുകായിരുന്നു മുറിയില്, അതാ. ഈ സെൻസ് ഓഫ് ഹ്യൂമർ, ഈ തന്റെ ഇടം, ഈ സ്മാർട്ട്നെസ്, അതാണ് എനിക്ക് ഇഷ്ടമായത്. മാലു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അതെന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അതുകൊണ്ട് തിരിച്ചും അങ്ങോട്ടിത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എനിക്കും ഇഷ്ടമാണ്. ഐ ലവ് യു. അതെ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലോ? എനിക്കൊരു വിശ്വാസമൊക്കെ വരണ്ടേ. ആത്മാർത്ഥമായിട്ടാണോ ഈ പറയണത്? അതെ, ഉള്ളിന്റെ ഉള്ളിന്ന്. എങ്കി സത്യം ചെയ്തു തരാമോ? അതിനെന്താ? മരിച്ചുപോയ നിങ്ങളുടെ അമ്മയെ കൊണ്ട് സത്യം ചെയ്തു തരണം.
ഞാൻ വിളിച്ചാൽ അച്ഛനെയും ഏട്ടന്മാരെയും വീടും ഒക്കെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം ഇറങ്ങിപ്പോരാന്ന്. പെട്ടെന്ന് പറയണ്ട, നല്ലോണം ആലോചിച്ചിട്ട് മതി. വരട്ടെ. പോരി എന്താടാ പോരടാ. എന്താ കാര്യം? എടാ അവൾ എന്താ പറഞ്ഞെന്ന്? അവൾ എന്നെ കൊലയ്ക്ക് കൊടുക്കൂടാ. ഞാൻ അവൾക്ക് സത്യം ചെയ്ത് കൊടുക്കണമെന്ന്. അതും മരിച്ചുപോയ എന്റെ അമ്മയെ പിടിച്ച്. ഒന്ന് സത്യം ചെയ്ത് കൊടുത്തെന്ന് വെച്ച് മരിച്ചുപോയ നിന്റെ അമ്മയ്ക്ക് ഇനി എന്തോന്ന് സംഭവിക്കാൻ? അമ്മയ്ക്ക് എടാ ഇത് അവളൊരു പാറ ഇറക്കിയതല്ലേ, നീയും അതേ പാറ എന്നെ എടുത്ത് അങ്ങോട്ടും പ്രയോഗിക്ക്. അവളോട് സത്യം ചെയ്ത് തരാൻ പറ. അവൾ തന്നാലും വാങ്ങിക്കണം, നീ സത്യം ചെയ്ത് കൊടുക്കണം. അത് പറ്റില്ല. ഞാൻ 500 മോനാ. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. അത് തന്നെയാ ഞാനും പറയുന്നത്. വാക്ക് പറഞ്ഞാൽ വാക്കായി തന്നെ ഇരിക്കണം. പ്രവർത്തിച്ച് വാക്കിനെ ഒരിക്കലും നശിപ്പിക്കരുത്. മനസ്സിലായോ? ചെല്ല്, അങ്ങോട്ട് ചെല്ല. മാലു, എക്സ്ക്യൂസ് മീ. ഒന്നിങ്ങി വന്നേ. എന്താ ഇത്ര വേഗം ആലോചിച്ചോ? അല്ല, നല്ലോണം ആലോചിച്ചിട്ടാണോ? ആലോചിച്ചു, തീരുമാനം എടുക്കുകയും ചെയ്തു. പക്ഷേ മാലു എനിക്ക് സത്യം ചെയ്തു തരണം. മാലുവിന്റെ മരിച്ചുപോയ അമ്മയെ കൊണ്ട്. അതിനെന്താ? ആ കൈ ഇങ്ങോട്ടും നീട്ടിക്കേ. അതെന്തിനാ? സത്യം ചെയ്യാൻ. ദേഹത്തോട്ടുള്ള സത്യമൊന്നും വേണ്ട. മാലു പറഞ്ഞാ മതി, എനിക്ക് വിശ്വാസം തന്നെ. അയ്യേ, ഇങ്ങോട്ടും നീട്ടിയേ. രാമഭദ്രൻ എന്തിനാ ഇങ്ങനെ വേർക്കണേ? ആര് വിയർത്തു? എളുപ്പം സത്യം ചെയ്, സത്യം ചെയ്. ആരാ അത്? कौन? कोई भिखारी हो तो आज नहीं देगा. कल्लाना कल्लाना. കള്ളനാണെന്ന് മനസ്സിലായി. ഇതല്ല ഹിന്ദി. ഞാൻ ഉണ്ണിയാ, കുഞ്ഞുണ്ണി. എന്റെ മോനെ, നീ വന്നോടാ കുഞ്ഞുണ്ണി. സേതു വാ. കുഞ്ഞുണ്ണി വന്നു. നഖങ്ങളുടെ മുകളിൽ കള്ളങ്ങൾ അടുക്കി അടുക്കി നമ്മൾ ഉയരങ്ങളിലേക്ക് പോവുകയാണ് ഗോവിന്ദൻകുട്ടി. അവിടെ നിന്ന് വീണാ മതി, മൂക്ക് കുത്തി വീഴും, പിന്നെ എണീക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. വലിയ തത്വമൊന്നും പറയണ്ട. നിക്കക്കളിയില്ലാത്ത നിലയിലാണ് നമ്മൾ. തത്തയെ പഠിപ്പിക്കുമ്പോൾ എല്ലാം ഞാൻ പഠിപ്പിച്ചതല്ലേ. പറ്റില്ലെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞുകൂടായിരുന്നു. പറ്റില്ലെന്ന്. ഇവിടെ വന്നപ്പോ എന്റെ കൈയും കാലും വിറച്ചുപോയി ഗോവിന്ദൻകുട്ടി. കണ്ണൻ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ കുഞ്ഞുണ്ണി വന്നു. എവിടെ മോനെ? നീ എന്താ കുഞ്ഞുണ്ണി? കളഞ്ഞത്? ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയി. എന്റെ മോനെ കുഞ്ഞുണ്ണി. നീ അങ്ങ് വളർന്ന് വലുതായി പോയല്ലോ കുട്ട. വർഷം എത്രയായി അച്ഛമ്മ കാത്തിരിക്കുന്നു. അച്ഛമ്മേന്നൊന്നും വിളിക്കും മോനെ. അച്ഛമ്മ, മുമ്മേ. അതാരാ? ആരാത്? ആരാ കുഞ്ഞുണ്ണി കൂടെ? നേരത്തെ കേട്ട ശബ്ദമല്ലല്ലോ അത്. ആരാ ചോദിച്ചത്? കേട്ടില്ലേ? ആരാന്നാ ചോദിച്ചത്? ആരാ? ഞാൻ തന്നെ. സന്തോഷം കൊണ്ട് ശബ്ദം ഇടറിപ്പോയത് അപ്പൂപ്പ. അപ്പൂപ്പനോ? അച്ചച്ചൻ. അച്ചച്ചനും അമേരിക്കയിൽ നിന്ന് വന്നപ്പോ കഴിച്ചതൊക്കെ മറന്നൂല്ലേ? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒന്നല്ലേ. അല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ഉണ്ണിയാ നീ ഇപ്പോഴും. മണം മാറി, മുഖം മാറി. അമേരിക്കയിലൊക്കെ ആയിരുന്നോണ്ട് നല്ലോണം വെളുത്ത് കാണൂല്ലേ? വെളുത്തൊരു വഴി. കിന്നാരമൊക്കെ പിന്നെ പറയാം. വന്നട്ടെ. മൂമ്മ ഒത്തിരി ദൂരേന്ന് വരികയല്ലേ, ക്ഷീണം ഉണ്ടാവും. കുളിച്ച് വല്ലതും കഴിക്കട്ടെ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അച്ഛമ്മ എന്നെ ഇവിടെ, ഞാൻ പെട്ടി എടുത്തോണ്ട് വരട്ടെ. കുഞ്ഞുണ്ണി എന്താ? എല്ലാം പൂട്ടിയിട്ടിരിക്കുക. ഇത്രയും വലിയ വീട് ഒരു ബാധ്യതയാ. വല്ല ഫ്ലാറ്റിലോട്ടോ മറ്റോ മാറാമെന്ന് വിചാരിച്ചാൽ സേതുവിനാവതില്ല. ജോലിക്കാണെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെയും കിട്ടാനില്ല. ആ പൊതുവാള് പോയതോടെ എല്ലാം അടച്ചിട്ടു. തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവനെ പറഞ്ഞു വിട്ടത്. നേരം വെളുത്താൽ അപ്പ തുടങ്ങും കൂടി. ഒരു ബോധവും ഇല്ല. അങ്ങനെ ഒരു കാര്യസ്ഥനെ എന്തിനാ ഇവിടെ പൊക്കോളാൻ പറഞ്ഞു.
ഒരു മുറി ഒഴിച്ച് ബാക്കിയെല്ലാം പൂട്ടി. ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നല്ലോ ഇല്ലേ? അതോടെ ഫോണും കട്ട് ചെയ്തു. ഞങ്ങൾക്ക് കാണാൻ വയ്യാത്തതുകൊണ്ട് വഴിയെ പോകുന്നവരൊക്കെ കയറി വിളിക്കുക. അതിനും ആ പൊതുവാള് കാശ് വാങ്ങിച്ചിരുന്നു എന്നാ ഞാൻ കേട്ടത്. എന്തായാലും ആ ബാധ ഒഴിവാക്കി വിട്ടു. ഫോണിൽ കേൾക്കുമ്പോ കുഞ്ഞുണ്ണിയുടെ ശബ്ദത്തിന് നല്ല വ്യത്യാസമുണ്ട് ഇല്ലേ സേതു? എനിക്ക് തോന്നി. എന്നാ പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. മുകളില് ഒരു മുറി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ അടുത്ത് ഒരു ആർക്കെ നായരുടെ ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ആഹാരം വരുന്നത്. ഇവിടെ വെക്കാനും വിളമ്പാനൊന്നും ആരും ഇല്ലല്ലോ. ചെന്നാട്ടെ. എനിക്ക് വിശ്വസിക്കാൻ വയ്യ, വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് സേതുവിന്റെ മുഖത്ത് പുതിയൊരു ഉത്സാഹം കണ്ടത്. ഈശ്വരൻ നമ്മളെ മുഴുവനായിട്ടും കൈവിട്ടിട്ടില്ല. എടാ, മനുഷ്യനായ സാമാന്യ ബോധം വേണം. 100 പ്രാവശ്യം പറഞ്ഞല്ലേ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്. എവിടെ നശിപ്പിച്ചു? സമാധാനമായല്ലോ, അനുഭവിച്ചോ? കുത്തി കുടലിയാൻ എടുക്കും. ഗ്യാസ് വെച്ച കാണൂല. എന്താ നിന്നോട് ആരാ അവരുടെ ദേഹത്ത് പോയി അലിച്ചെല്ലി വീഴാൻ പറഞ്ഞ്? എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ജാതിയാണ്. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ. പോരാത്തിന് എന്ത് ചോദിച്ചാലും ഒരു അയ്യ. പറ്റിയത് പറ്റി. ഇനിയിപ്പോ എന്ത്? കക്കാൻ പഠിച്ചാ നിക്കാൻ പഠിക്കണം. എടാ, ആ കുരുടനും കുരുടിയും വിളഞ്ഞ വിത്തുകളാ. ഒരിക്കൽ തൊട്ടാലോ കേട്ടാലോ മതി, മേലോട്ട് കെട്ടിയെടുക്കുന്നവരെ മറക്കൂല. അതങ്ങനെ കണ്ണു കാണാത്തവർക്ക് കേൾവി കൂടും, ചെവിയാക്കാത്തവർക്ക് കാഴ്ച ശക്തി കൂടും. ഈശ്വരൻ കൊടുക്കുന്ന ഒരു വല്ലാത്ത കൊടുപ്പ് തന്നെ. ആര്? ഈശ്വരൻ അമ്മച്ചിക്ക് കൊടുത്തത്. നീ ഒരു അക്ഷരം കണ്ടല്ലേ പറഞ്ഞോളൂ. ഇനി ആലുവ മണപ്പുറത്ത് വെച്ച് നിന്റെ ശബ്ദം കേട്ടാലും കിളവന് മനസ്സിലാവും. അറിയോ? പിന്നെ നീ ഒറ്റയ്ക്ക് അവരുടെ മുമ്പിൽ പോയി ചാടണ്ട. വിസ ശരിയാകുന്നവരെ നീ പുറത്തു പോണ്ട. വിസ ശരിയാണോ? ഈ കാശ് വേണ്ടേ? 2 ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ എവിടെ പോകും? ഒരു മാസം ഞാൻ കൊടുത്തില്ലെങ്കിൽ കൊടുത്തതും കൂടെ പോവും. ഒന്നുകിൽ ആ പണം എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കണം. വേറൊരു വഴിയില്ല. ആ പിശാചിനറിയാം കാശ് എവിടെ ഉണ്ടെന്ന്. അവളും ആ വിക്കനും കൂടെ കളിക്കുന്ന കളിയാണ് എന്റെ വിശ്വാസം. നമ്മൾ മണ്ടന്മാരായ അവൾ കാശും കൊണ്ടുപോകും, നമ്മൾ അകത്തുമാവും. നീ എന്തുവാടെ ചുമ്മാ? അതുകൊണ്ട് അവൾ എവിടെ പോയാലും നീ വിടാതെ അവളുടെ പുറകെ കൂടണം. ഭ്രാന്തായിട്ടുണ്ടെന്നാ? ഭ്രാന്തല്ല, പ്രാതല്, ടിഫിൻ, അപ്പം, മുട്ട, ദോശ, ഇഡ്ഡലി, പോയി ഞണ്ണ്. ഇയാളെ ഏത് നേരത്തെ ദൈവം സൃഷ്ടിച്ചോന്തോ? മഞ്ഞണിക്കൊമ്പിൽ കിങ്ങിണിക്കൊമ്പിൽ തുണയവിടെ ഇണയവിടെ തുണയവിടെ സിന്ദൂര കുറു. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, മണി 2 ആയില്ലേ? എനിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ഒരു 5 രൂപ കൊടുക്കും. വയറ് നിറച്ചു പോയി കഴിച്ചോ. മനുഷ്യനെ ഒരുമാതിരി കളിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ എനിക്ക് എന്റെ കാശിത, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ ചേർന്ന് എന്റെ തല്ലിക്കൊല്ല്. പണം പിരിഞ്ഞിട്ടാവുന്ന മാഷ പറഞ്ഞു എന്നുള്ള ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമല്ലേ? മാഷ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഗാനമേള കഴിഞ്ഞിട്ട് ഇന്നേക്ക് 15 ദിവസമായി. പിരിഞ്ഞിട്ട് കാശ് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് വെള്ളം അടിച്ച് നശിപ്പിച്ചല്ലേ? എവിടെ പിരിഞ്ഞിട്ടി? മാഷ് ഗാനമേള തുടങ്ങി അവസാനിപ്പിക്കുന്നവരെ ആളുകൾ നിർത്താതെ കൂവല്ലായിരുന്നു. അത് ശരിയാ. ടിക്കറ്റ് മുഴുവൻ കടമായിട്ടല്ലേ കൊടുത്തത്. മാഷിന്റെ ഗാനമേളയുടെ ഭംഗി കാരണം ഒരുത്തനും കാശ് തന്നില്ല. അല്ല, അത് പിന്നെ സംഗീതവാസനയില്ലാത്ത മരങ്ങോടന്മാരുടെ ഇടയിൽ കിടന്ന് പാടിയതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മാഷിനിപ്പോ നാട്ടിൽ പോയിട്ട് വലിയ അത്യാവശ്യ കാര്യമൊന്നുമില്ലല്ലോ. അല്ല, ദൈവം സഹായിച്ച് ഭാര്യ ഉപേക്ഷിച്ചു പോയി. പിടക്കോഴികളുമില്ല. മാഷ് കുറച്ചു ദിവസം ഇവിടെ തന്നെ നിന്നാൽ പല ഗുണങ്ങളും ഉണ്ടാവും. ആർക്ക് ഗുണം? മാഷിനും ഞങ്ങൾക്കും. മനസ്സിലായില്ല. മാഷ് അന്യനാട്ടുകാരനായതുകൊണ്ട് എന്റെ അമ്മാവന് ആളെ പിടികിട്ടത്തില്ല. ഞങ്ങളുടെ കല്യാണം കലക്കി ഗ്രൂപ്പിൽ മാഷിന് പല വിലപ്പെട്ട സംഭാവനകളും ചെയ്യാൻ കഴിയും. കല്യാണം കലക്കി ഗ്രൂപ്പ്? കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളും തെളിച്ചു പറ. എല്ലാം പറയാം. അതിന് മുമ്പ് നമുക്കെല്ലാം കഴിക്കാം. അത് കൊള്ളാം. നീ ഇനി വല്ലതും കഴിച്ചിട്ടാവട്ടെ.
സമയം ഒരുപാടായല്ലോ. ഇവന്മാര് കല്യാണം ഉറപ്പിച്ചിട്ട് ഇറങ്ങുന്നാ തോന്നുന്നത്. ദാ വരുന്നുണ്ട്. പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. മണ്ണത്തിനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കരുത്. അല്ല ഞാനേറ്റ് അവന്റെ ഒരു പ്രേമം ശരിയാക്കൂടെ. നടക്കടാ അങ്ങോട്ട്, നടക്കടാ അങ്ങോട്ട്. നിന്റെ പ്രേമം നീ നിർത്തടാ. ആ തങ്കപ്പനാരുണ്ട് അതിനകത്ത്? ഇല്ല, വീട്ടിലുണ്ട്. എന്താ? അത് ഞാൻ അയാളോട് പറഞ്ഞോളാം. നടക്കടാ അങ്ങോട്ട്, നടക്കടാ. ചൊല്ലും വിലയില്ലാതെ വളരുന്ന പെമ്പിള്ളാര് കണ്ണു കാണിച്ചെന്നും പറഞ്ഞ് നീ ഇവിടെ പ്രേമലേഖനം എഴുതും അല്ലേടാ? തങ്കപ്പനാരുടെ മോളല്ല, ഇനി ദിവാന്തേൽക്കാരുടെ മോളായാലും ശരി, നാറിത്തരം കാണിച്ചാ ഞാൻ ചോദിക്കും. ആ നടക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് നടക്കടാ. അങ്ങനെ ഇന്ന് ഞാൻ ശരിയാക്കും. ഒരു പ്രേമം. ഇന്ന് വന്നേ, എന്താ പ്രശ്നം? എനിക്കൊന്നും പറഞ്ഞൂടാ. ഇവിടുത്തെ ആ പെങ്കൊച്ചില്ലേ നന്ദിനി, ശേരമുള്ള ചേട്ടന്റെ മോന് പ്രേമലേഖനം കൊടുത്തെന്നോ അവർ ഒളിച്ചോടാൻ പ്ലാനിട്ടെന്നോ വേറെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നോ. ശേഖരമുള്ള ചേട്ടൻ ആ ഒരു ചൂടനാണേ. ഞാൻ പോട്ടെ, സമയമില്ല. വണ്ടി വിടും.